തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തതെല്ലാം ബിദ്അത്ത്, പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തതെല്ലാം അനാചാരം. മൗലിദുമായി ബന്ധപ്പെട്ട് അതുപോലെ അഹ്ലുസുന്നയുടെ ചില ആചാര മര്യാദകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരുന്നയിക്കുന്ന ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് 36 റക്അത്ത് മദീനത്തെ പള്ളിയിൽ ദീർഘകാലം തറാവിഹ് നമസ്കരിച്ചു എന്ന ചരിത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹ്. മസ്ജിദ് ഖുബാഇന്റെ മുറ്റത്ത് വെച്ച് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു. ഓർമ്മകൾ പലതും മനസ്സിലേക്ക് വരുന്നു, ആശയങ്ങൾ വിരിയുന്നു. മസ്ജിദ് ഖുബാഉമായി ബന്ധപ്പെട്ട് സുപ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വീടുകളിൽ നിന്ന് അംഗസ്നാനം വരുത്തി നല്ല രീതിയിൽ വുളൂ ചെയ്ത് കാൽനടയായി വന്ന് മസ്ജിദ് ഖുബാഇൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുക വലിയ പുണ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയുടെ ദൂരെ നിന്ന് ഇവിടം വരെ നടന്നു വന്ന് നിസ്കരിക്കുമായിരുന്നു പലപ്പോഴും, പ്രത്യേകിച്ച് ശനിയാഴ്ച. ഇന്നും ആ ആചാരം, ആ സുന്നത്ത് തുടരുകയാണ് വിശ്വാസികളിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തയുണ്ട്. റസൂലുള്ളാഹി മദീനയിലെ വിശ്വാസികളെ സന്തോഷിപ്പിക്കുകയാണ്. അവരോട് പറഞ്ഞു, ഖുബാ മസ്ജിദിൽ നല്ല രീതിയിൽ വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഫലഹു കഅജ്രി ഉംറ, പരിശുദ്ധ മക്കയിൽ പോയി തവാഫും സഅയും ചെയ്ത് ഒരു ഉംറ ചെയ്യുക എന്ന വലിയ ഒരു മഹത്വമായ പുണ്യമുണ്ട്. അത് വിശ്വാസികൾക്ക് ലഭിക്കുവാൻ മസ്ജിദ് ഖുബാഇൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഫലഹു കഅജ്രി ഉംറത്തിൻ, ഒരു ഉംറയുടെ മഹത്വം ലഭിക്കും. സ്വീകാര്യമായ നിരവധി ഹദീസുകളിൽ ഈ പരാമർശം വന്നിട്ടുണ്ട്. എന്താണിത് പഠിപ്പിക്കുന്നത്? വിശ്വാസികൾക്ക് കാര്യം സുഗമമാക്കുക, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുക. പരിശുദ്ധ മക്കയിൽ ചെന്ന് ഉംറ നിർവഹിക്കുക എന്ന ത്യാഗം നിറഞ്ഞ, സമയം വേണം, അധ്വാനം വേണം, യാത്ര വേണം, പണം മുടക്ക് വേണം, അവയൊക്കെ ലഭിക്കുവാൻ സഹായകമായ, അതിന്റെ പ്രതിഫലം നേടുവാൻ പറ്റുന്ന വിധത്തിൽ മസ്ജിദ് ഖുബാഇൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ പുണ്യം ലഭിക്കുമെന്ന് പഠിപ്പിച്ച സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, അല്ലാഹു തആല കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ പ്രതിഫലങ്ങളുടെ കോടാനുകോടി വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് സൗകര്യമുണ്ടാക്കി തരികയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങൾ. ഇതാണ് പൂർവിക മഹാന്മാരൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മദീന മുനവ്വറയിൽ വന്നപ്പോഴേ ചിന്തിക്കുകയാണ്. 39 റക്അത്ത് തറാവീഹും വിത്റുമായി മദീനയിൽ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ വിശ്വാസികൾ നിർവഹിച്ചിരുന്നു. 36 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും, അങ്ങനെ 39. ദീർഘകാലം മദീനത്തെ പള്ളിയിൽ അത് തുടർന്നു എന്ന് പറയുന്നു. സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അത് സമാരംഭിച്ചത് എന്നാണ് രേഖ. അൽ ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അത് ശരിവെക്കുകയും അത് നിർത്തിവെക്കരുത് എന്ന് പറഞ്ഞ് 36 റക്അത്ത് തറാവീഹിനെ സംസ്ഥാപിക്കുകയും ചെയ്തു. തറാവീഹ് നമസ്കാരം പ്രസിദ്ധമായ അഭിപ്രായത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംസ്ഥാപിച്ച 20 റക്അത്താണ്. പിന്നെ 3 റക്അത്ത് വിത്റും. അതാണ് ഷാഫിഈ മദ്ഹബിലെയും മറ്റും പ്രസിദ്ധം. അതായിരുന്നു മദീനയിലെയും മക്കയിലെയും പള്ളികളിലൊക്കെ ദീർഘകാലം അനുവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെ ഈ 36 റക്അത്ത് മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിന്റെ മുറ്റത്ത് പ്രവാചകൻ സ്ഥാപിച്ച പള്ളിയിൽ ദീർഘകാലം നടന്നു. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടെങ്കിലും 36 റക്അത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് നമസ്കരിച്ചിട്ടില്ല, ഉമറുൽ ഫാറൂഖ് നിസ്കരിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ അലിയോ റളിയല്ലാഹു അൻഹു അവരുടെ ഒന്നും കാലത്തില്ല. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഉള്ളതായി രേഖയില്ല. പിന്നെ 36 റക്അത്ത് മദീനത്തെ പള്ളിയിൽ തറാവീഹ് എന്ന ഒരു നമസ്കാരത്തിൽ
മഹാന്മാരായ മുഅ്മിനീങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയാണ് ആദ്യത്തെ ആരംഭമെങ്കിൽ അങ്ങനെ. ഇവിടെ ചിന്തിക്കേണ്ടത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പുതിയ ഒരു വലിയ ചടങ്ങ് അല്ലെങ്കിൽ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് അക്കാലത്തുള്ള മഹാന്മാർക്ക് കഴിഞ്ഞു? ആരും എതിർത്തില്ല, ആരും ആക്ഷേപിച്ചില്ല. ഇതിക്കാലത്തെ ചില ചിന്തിക്കുന്ന ആളുകൾ ഓർക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തതെല്ലാം ബിദ്അത്ത്, പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തതെല്ലാം അനാചാരം. മൗലിദുമായി ബന്ധപ്പെട്ട് അതുപോലെ അഹ്ലുസുന്നയുടെ ചില ആചാര മര്യാദകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരുന്നയിക്കുന്ന ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് 36 റക്അത്ത് മദീനത്തെ പള്ളിയിൽ ദീർഘകാലം തറാവിഹ് നമസ്കരിച്ചു എന്ന ചരിത്രം. സുനിശ്ചിതമായ മുത്തവാത്തിറായ ചരിത്രമാണ്. മൗലിദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടുണ്ടോ, ഖുലഫാഉർ റാഷിദ് ചെയ്തിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ മൗലിദ് എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അടിസ്ഥാന ലക്ഷ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് സംസ്ഥാപിക്കുകയും അവിടുത്തെ ചരിത്രത്തെയും സുന്നത്തിനെയും ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ആ അടിസ്ഥാനമുണ്ടെങ്കിൽ അതിന്റെ നിർവഹണ രീതികൾ, മര്യാദകൾ പല രീതിയിലുമാകാം. സമ്മേളനങ്ങളായി, കോൺഫറൻസുകളായി, ഘോഷയാത്രകളായി, പ്രകീർത്തന പദ്യങ്ങളും ശ്ലോകങ്ങളും ചൊല്ലി പല രീതിയിലും അതിന്റെ നിർവഹണം പറ്റും. അതിനുള്ള തെളിവാണ് മദീനയിലെ 36 റക്അത്ത് നമസ്കാരം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത, സ്വഹാബത്ത് ചെയ്യാത്ത ഒരു വലിയ പരിപാടി, അതും നിസ്കാരത്തിന്റെ കാര്യത്തിലാണെന്ന് ഓർക്കണം. ഖുലഫാഉർ റാഷിദ് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഉള്ളതായി പറയുന്നില്ല. എന്നിട്ട് ഒരൊറ്റ കുട്ടി എതിർത്തില്ലല്ലോ. ഈ മൗലിദിനെയൊക്കെ നിരാകരിച്ച് എതിർത്ത് ബിദ്അത്താക്കി അനാചാരമാക്കി വല്ലാതെ വിഷമിപ്പിക്കുന്നവൾ ആലോചിക്കണം. മദീനത്തെ പള്ളിയിൽ ദീർഘകാലം 36 റക്അത്ത് തറാവീഹ് നമസ്കാരം നടന്നു. എന്തായിരുന്നു അന്ന് അത് സംസ്ഥാപിച്ച മഹാന്മാര് കണ്ടത്? തിരുനബിയല്ല, ഖുലഫാഉർ റാഷിദ് അല്ല. അവര് പറഞ്ഞത്, പരിശുദ്ധ മക്കയിൽ വെച്ച് നടക്കുന്ന തറാവീഹ് നമസ്കാരത്തിൽ ഓരോ 2 റക്അത്തിന്റെയും ഗ്യാപ്പില്, ഒഴിവില് തവാഫ് ചെയ്യുമായിരുന്നു മക്കയിലെ മുഅ്മിനീങ്ങൾ. അവർക്ക് തവാഫിന്റെ പ്രതിഫലവും കിട്ടും, സ്വലാത്തു തറാവീഹിന്റെ പുണ്യവും കിട്ടും. ഇത് മദീനയിലുള്ള മുഅ്മിനീങ്ങൾ അറിഞ്ഞപ്പോഴും, അപ്പോഴത്തെ ഇമാമുകൾ അറിഞ്ഞപ്പോഴും, ഉത്തരവാദിത്തപ്പെട്ട ഉലുൽ അംർ അറിഞ്ഞപ്പോഴും, മക്കക്കാരായ ആളുകൾക്ക് ഈ 2 റക്അത്തിന്റെ ഇടയിൽ കിട്ടുന്ന തവാഫിന്റെ പുണ്യം മദീനയിലുള്ളവർക്കും കിട്ടണം. അവരാലോചിച്ചു, നിർവഹണ രീതിയിൽ ഇത്തരം മാറ്റങ്ങൾ അടിസ്ഥാനങ്ങൾക്ക് കുഴപ്പമില്ലാത്ത വിധത്തിൽ നടത്തുന്നതിന് യാതൊരു വിരോധവും പറയേണ്ടതില്ല. ഈ തത്വം അവർക്കറിയാമായിരുന്നു. അങ്ങനെ മക്കയിലുള്ളവരുടെ തവാഫിന് കിടപിടിക്കാൻ വേണ്ടി മദീനയിലുള്ളവർ ഓരോ ഈ 2 റക്അത്തിന്റെയും ഇടയിൽ 4 റക്അത്തിന്റെ ഇടയിലും മറ്റും തവാഫിന് പകരം അവര് റക്അത്തുകൾ വർദ്ധിപ്പിച്ചു. 36 റക്അത്തായി തറാവീഹിനെ അനുഭവിച്ചു. ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൂട്ടിയതാണ് എന്നൊന്നും പറയേണ്ടതില്ല. അടിസ്ഥാനപരമായി പരിശുദ്ധ ദീൻ അംഗീകരിച്ച കാര്യങ്ങൾ മഫ്തൂഹ് ആണെങ്കിൽ, ഓപ്പൺ ആണെങ്കിൽ, മുത്ലഖ് ആണെങ്കിൽ, അതിൽ സന്ദർഭത്തിനനുസരിച്ച, ആവശ്യങ്ങൾക്കനുസരിച്ച പരിവർത്തനങ്ങൾ, ചേഞ്ചുകൾ സ്വാഭാവികമാണ്. മിനാരമത കാണുന്നു ഖുബാ മസ്ജിദിന്റെ മുകളിൽ. ഈ ഒരൊറ്റ മിനാരവും നബിയുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തുമില്ല. ഈ മിനാരങ്ങൾ മനോഹാരിതയ്ക്ക് വേണ്ടി ആവശ്യമായി വന്നപ്പോഴുണ്ടായതാണ്. എങ്കിൽ തറാവിയഹിന്റെ 36 റക്അത്ത് മദീനയിൽ ദീർഘകാലം നടന്നതിനെക്കുറിച്ചുള്ള ആലോചന ബിദ്അത്ത് എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതും പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അൽ ബിദ്അത്ത് എന്നാൽ അതിന്റെ നിർവചനം തന്നെ തഖ്യീദു മാ അത്ലഖഹു അല്ലാഹു വറസൂലുഹു വഇത്ലാഖു മാ ഖയ്യദഹു അല്ലാഹു വറസൂലുഹു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓപ്പണായി പഠിപ്പിച്ച കാര്യത്തിൽ നമ്മൾ പരിമിതപ്പെടുത്തുക, അത് പാടില്ല, അത് വേണ്ടതല്ല.
അപ്പോഴാണ് ബിദ്അത്തായി വരിക. എന്നാൽ അള്ളാഹുവും അവന്റെ റസൂലും നിശ്ചയിച്ചു കാണിച്ചു തന്ന പരിപാടികളിൽ നാം നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കുക, അതിലേക്ക് നാം പുതിയതിനെ വരുത്തുക, അങ്ങനെ വരുമ്പോൾ ബിദ്അത്തായി വരും. മറിച്ച് ഓപ്പണായി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലോ പൊതുവായി പഠിപ്പിച്ച വിഷയങ്ങളാണെങ്കിലോ അതിൽ നിർവഹണ രീതിയിൽ ഇത്തരം പരിഷ്കരണങ്ങളാകാമെന്ന് സഹാബത്തിന്റെ ശേഷമുള്ള മുഅ്മിനീങ്ങൾ നിരാക്ഷേപം പഠിപ്പിച്ചു. ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആ 36 റക്അത്ത് അത് മദീനക്കാരുടെ കർമ്മരീതിയാണ് എന്ന് പറഞ്ഞ് സുസ്ഥിരപ്പെടുത്തുകയും ചെയ്തു. മസ്ജിദ് ഖുബാഇന്റെ മുറ്റത്ത് വെച്ച് ഇത്തരം ദീനിയായ അടിസ്ഥാന ആലോചനകൾക്ക് എന്തൊരു മധുരം. അല്ലാഹുമ്മ ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.